നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചവറയിൽ 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചവറ സ്വദേശി മുഹമ്മദ് ഫൈസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ ജനലരി അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കയറിയത്. ശൂരനാട് വടക്ക് ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ കുഴിച്ചുമൂടിയ സംഭവം. ഹരിതകർമ്മസേനാംഗത്തെ പുറത്താക്കി. ഇവർക്കെതിരെ പോലീസിൽ പരാതി. കുഴിച്ചുമൂടിയ മാലിന്യം MCF-ലേക്ക് മാറ്റി. നടനും സംഗീത സംവിധായകനുമായിരുന്ന ആലപ്പി ബെന്നി അന്തരിച്ചു. പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസിയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിശദമായ വാർത്തകളിലേക്ക്. ചവറയിൽ 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചവറ സ്വദേശി മുഹമ്മദ് ഫൈസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പുലർച്ചെ നിസ്കാരത്തിനായി വീട്ടുകാർ ഉണർന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീടിന്റെ ജനലരി അറുത്തുമാറ്റിയാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ജനലരി അറുത്തുമാറ്റി വീട്ടിനുള്ളിൽ കടന്ന മോഷ്ടാക്കൾ 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചവറ ബ്രിഡ്ജ് താച്ചയിൽ മുഹമ്മദ് ഫൈസിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. കിടപ്പുമുറികളിലെ അലമാരകളെല്ലാം കുത്തിത്തുറന്ന നിലയിലായിരുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് അലമാരകൾ തുറന്നത്. ഈ സമയം മുഹമ്മദ് ഫൈസിന്റെ കുടുംബം മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. 5:30-ഓടെ നമസ്കാരത്തിനായി വീട്ടുകാർ ഉണർന്നപ്പോഴാണ് വീട്ടിൽ കവർച്ച സംഘം എത്തിയത് എന്നറിയുന്നത്. ഇവർ ഉണരാതിരുന്നതിനാൽ മോഷ്ടാക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി. ചവറ പോലീസ്, വിരലടയാള വിദഗ്ധർ എന്നിവരെത്തി പരിശോധന നടത്തി. ചവറയിൽ നേരത്തെ സമാന രീതിയിൽ 2 വീടുകളിൽ മോഷണം നടന്നിരുന്നു. എന്നാൽ രണ്ടിടത്തും മോഷണ സമയത്ത് ആളുണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, ചവറ. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. നടൻ പയ്യൻസ് ജയകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചവറ BJM ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സഹകരണത്തോടെ ഓഫീസ് അങ്കണത്തിൽ നടത്തിയ 2ാം ഘട്ട കാർഷിക പ്രവർത്തനങ്ങൾ സമൂഹത്തിനാകെ മാതൃകയാണെന്ന് നടൻ ജയകുമാർ അഭിപ്രായപ്പെട്ടു. 3 തുടർ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പദ്ധതിയെ തിരക്കുപിടിച്ച ജോലിക്രമത്തിനിടയിൽ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് സമയം കണ്ടെത്തുന്ന നന്മയെ അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു. അപ്പോൾ ഉപദേശം കൊണ്ട് വലിയ കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. പ്രവൃത്തിയാണ് നല്ലത്. അപ്പൊ നമ്മൾ വീടുകളിലൊക്കെ അത്യാവശ്യം കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ എടുക്കുക. അതിലൂടെ നമുക്ക് സ്വന്തമായിട്ട് ഇച്ചിരി പച്ചക്കറികളോ അതുപോലൊക്കെ കാര്യങ്ങൾ നമ്മുടെ വീട്ടാവശ്യത്തിനെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങളും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൃഷി വീട്ടിലും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ നല്ല ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണെന്നും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എല്ലാ അനുഭവത്തോടുകൂടി ഈ ഉദ്ഘാടന ചടങ്ങ് ഞാൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PL വിജിലാലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ SR ഷെറിൻരാജ് സ്വാഗതവും Y സജികുമാർ നന്ദിയും പറഞ്ഞു. നഗരസഭാ കൗൺസിലർ സിന്ധു, കൃഷി ഓഫീസർ ബിന്ദു, NSS ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ഗോപകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ DS മനോജ് കുമാർ, അജയകുമാർ എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഈ വർഷം നമ്മൾ 2023 ഡിസംബർ ഇന്നാണ് നമ്മൾ 2ാം ഘട്ട പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചവറക്കോള BJM കോളേജിലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടാണ് കൃഷി തുടങ്ങിയത്. ഇപ്പോൾ ഈ വർഷവും നമ്മൾ തക്കാളി, വെണ്ട, വഴുതനം, ബീട്രൂട്ട്, ചീര എന്നിവയെല്ലാം കൃഷി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെയും കൂടി സഹായം ഞങ്ങളോടൊപ്പം ഉണ്ടാകും. നമ്മളുടെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനത്തോടൊപ്പമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കൃഷിയും കൂടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ വളരെ മികച്ച രീതിയിൽ ഇത് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുറമ്പോക്ക് കയ്യേറ്റത്തിൽ പ്രതിഷേധവുമായി BJP. തേവികുളങ്ങര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP ഉപരോധം സംഘടിപ്പിച്ചു. BJP നേതാക്കൾ കയ്യേറ്റം നടന്ന കിളിമുക്കൽ ജംഗ്ഷനിൽ സന്ദർശനം നടത്തി. സ്വാഭാവികമായിട്ട് പഞ്ചായത്ത് ആസ്തിയിലുള്ള റോഡിനെ സംബന്ധിച്ച് ഒരാൾക്കും ഒരു സ്വകാര്യ വ്യക്തിക്കും കയ്യേറാൻ പറ്റാത്തതാണ്. പക്ഷേ ഇത് ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സജീവൻ്റെ ഭാര്യയുടെ പേരിലാണ് ഈ 50 സെൻറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. ആ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യുന്നതിനോ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനോ ഒന്നും പഞ്ചായത്തിൽ അനുമതിക്കായി അവർ അപേക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇത് പഞ്ചായത്ത് ആസ്തിയിലുള്ള 1 ഏക്കർ സ്ഥലങ്ങളാണ് കയ്യേറിയിരിക്കുന്നത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് കിളിമുക്കൽ ജംഗ്ഷന് സമീപം 1 ഏക്കറിലധികം പഞ്ചായത്ത് റോഡും പൈപ്പും തകർത്ത പുറമ്പോക്ക് കയ്യേറ്റി അനധികൃത നിർമ്മാണം നടത്തിയതിനെതിരെയാണ് BJP പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് വക ഏതാണ്ട് 75 സെന്റോളം വരുന്ന സ്ഥലം അതോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തി, അത് രാഷ്ട്രീയ പിൻബലമുള്ള
ചില ആളുകൾ ചേർന്നുകൊണ്ട് ഈ സ്ഥലത്തുണ്ടായിരുന്ന പഞ്ചായത്തിൻ്റെ പണം മുടക്കി നിർമ്മിച്ചിരുന്ന കോൺക്രീറ്റ് റോഡ് ഏതാണ്ട് 100 മീറ്ററോളം നീളം വരുന്ന കോൺക്രീറ്റ് റോഡടക്കം JCB കൊണ്ട് പൊളിക്കുകയും ദേശീയ ജലപാതയിൽ ആഴം കൂട്ടാൻ വേണ്ടി ട്രെഡ്ജ് ചെയ്ത് സ്റ്റോക്ക് ചെയ്തിരുന്ന ഈ പഞ്ചായത്ത് വക സ്ഥലത്ത് ട്രെഡ്ജ് ചെയ്തിരുന്ന 100 കണക്കിന് ലോഡ് മണ്ണെടുത്ത് ഈ സ്വകാര്യ വ്യക്തിയുടെ അടക്കം സ്ഥലം നികത്തിയെടുക്കുകയും അതേപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം പഞ്ചായത്ത് ഭരണസമിതിയുടെയോ സെക്രട്ടറിയുടെയോ രേഖാമൂലമുള്ള യാതൊരു അനുവാദവുമില്ലാതെ കയ്യേറുകയും അതിന് ഫെൻസിങ് കെട്ടുന്ന അതിന് പെർമനൻ്റ് വേലി കെട്ടുന്ന സംഭവം നടന്നിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിലും അതേപോലെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അറിയിച്ചിട്ട് ദിവസങ്ങളായിട്ടും യാതൊരു നടപടിയും എടുക്കാനോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഈ സ്ഥലം സന്ദർശിക്കാനോ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. BJP പാർലമെന്ററി പാർട്ടി ലീഡർ R. രാജേഷ്, സംസ്ഥാന കൌൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്ത് രാജേന്ദ്രൻ, T. ശ്രീലത, പ്രസാദ്, സുനിൽ ബാബു, ഹരീഷ് ലാൽ, ബാബുക്കുട്ടൻ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഉപരോധത്തിൽ പങ്കെടുത്തു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ഉപരോധം R. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 50 മീറ്റർ നീളമുള്ള റോഡ് ഇപ്പം നിലവിലില്ല. അത് അവർ വെട്ടിപ്പൊളിച്ച് JCBക്ക് വെട്ടിപ്പൊളിച്ച് നിരത്തി ഒരു ഭൂമി മൊത്തം കയ്യേറിയ ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ രാത്രികാലം അവരിവിടെ വലിയ പൈപ്പുകളിട്ട് ഷീറ്റ് അടിക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ റോഡ് കാണാൻ വയ്യാത്ത വിധത്തിൽ അവർ റോഡ് മറച്ച് ഒരു ഗേറ്റ് വരെ രാത്രി സ്ഥാപിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഹരിതകർമ്മസേനാംഗത്തെ പുറത്താക്കി. ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകി. കുഴിച്ചുമൂടിയ മാലിന്യം പ്രതിഷേധത്തെ തുടർന്ന് പുറത്തെടുത്ത് പഞ്ചായത്ത് MCFലേക്ക് മാറ്റി. ശൂരനാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലാണ് ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനാംഗത്തിന്റെ നേതൃത്വത്തിൽ കുഴിച്ചുമൂടിയത്. സംഭവം വിവാദമായതിനെ തുടർന്ന് ഹരിതകർമ്മസേനാംഗത്തെ പുറത്താക്കി. ഹരിതകർമ്മസേനാംഗം സലീനയെയാണ് പുറത്താക്കിയത്. ഇവർക്കെതിരെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. പുറത്താക്കിയ ഇവരിൽ നിന്നും പിഴ ഈടാക്കും. കുഴിച്ചുമൂടിയ മാലിന്യം ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് തിരികെയെടുത്ത MCFലേക്ക് മാറ്റി. ഇത് ഗ്രീൻ ടെക് കമ്പനി ഏറ്റെടുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു. കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചത്. മുക്കടയിൽ നടത്തിയ പരിപാടി DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നവകേരള യാത്ര എന്ന പേരിൽ നടന്നത് ജനങ്ങൾ വെറുത്ത യാത്രയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന് തനത് ഫണ്ട് എവിടെയാണ്? അവർക്ക് നികുതി വരുമാനമുണ്ടോ? അവർക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള വരുമാനമുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ സർക്കുലർ ഇറക്കി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഡി പണിക്കർ അധ്യക്ഷത വഹിച്ചു. ആന്റണി ജോസ്, കുരിപ്പള്ളി സലീം, K. ബാബുരാജൻ, അനീഷ് പടപ്പക്കര, സിന്ധു ഗോപൻ, കോതേത്ത് ഭാസുരൻ, പെരുനാട് മുരളി, വിനോദ് കുമാർ, പെരുമ്പുഴ ഗോപൻ, വിനോദ് G. പിള്ള, പ്രസന്നകുമാർ, ജോൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കേരളപുരം വെള്ളിമൺ യുവദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ലൈബ്രറിയുടെ വാർഷികം നടത്തി. ഇതോടനുബന്ധിച്ച് ക്രിസ്മസ് ആഘോഷവും നടന്നു. സിവിൽ സർവീസ് അക്കാദമി, ഫിലിം തിയേറ്റർ എന്നിവയുടെ ഉദ്ഘാടനവും നടത്തി. കേരളപുരം വെള്ളിമൺ യുവദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ലൈബ്രറിയുടെ വാർഷികവും ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു. സിവിൽ സർവീസ് അക്കാദമി ഉദ്ഘാടനം, ഫിലിം തിയേറ്റർ ഉദ്ഘാടനം എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി. ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് ശരത് ചാറ്റർജിയെ ആദരിച്ചു. സെമിനാർ, വനിതാ സമ്മേളനം, കലാകായിക മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനം, ചികിത്സാ സഹായ വിതരണം, നാട്ടുത്സവം എന്നിവയും നടന്നു. സാംസ്കാരിക സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. അത് വികസിപ്പിക്കുക, അവരുടെ കഴിവുകൾ കണ്ടെത്തുക, അവർക്ക് വേദി ഒരുക്കുക, അവർ കാണുന്ന അല്ലെങ്കിൽ അവരവതരിപ്പിക്കുന്ന പരിപാടികൾ കണ്ട് അവരെ വീണ്ടും അതിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ പ്രാപ്തരാക്കുക. അങ്ങനെ നിരവധിയായ കടമ്പകൾ കടന്ന് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് യുവദർശനം. സുനിൽ G. അധ്യക്ഷത വഹിച്ചു. കൊല്ലം ജില്ലാ കൌൺസിൽ സെക്രട്ടറി D. സുകേഷൻ മുഖ്യപ്രഭാഷണം നടത്തി. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B. ദിനേശ്, ശിവൻവേലിക്കോട് G. സോമരാജൻ എന്നിവർ പങ്കെടുത്തു. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് R. സേതുനാഥ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. രക്ഷാധികാരി അജയ് ഘോഷ് ചികിത്സാ സഹായവും ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തു. വനിതാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം B. ജയന്തി ഉദ്ഘാടനം ചെയ്തു. നീതു അധ്യക്ഷത വഹിച്ചു. മീനു, അദീന, ഷീബ സൂര്യ
എന്നിവർ പങ്കെടുത്തു. PSC സെമിനാർ ആർ ഷംലാൽ ഉദ്ഘാടനം ചെയ്തു. ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവ് നാസിം ഇഖിയ വിഷയം അവതരിപ്പിച്ചു. ഫിലിം തിയേറ്ററിന്റെ ഉദ്ഘാടനം തിരക്കഥാകൃത്ത് ഷാജിമോൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് ജി വിനോദ് അമ്മവീട്, രാഗേന്ദ്ര പൂജപ്പുര, രജീബ് വരട്ടുചിറ എന്നിവർ പങ്കെടുത്തു. സിവിൽ സർവീസ് അക്കാദമിയുടെ ഉദ്ഘാടനം പെരിനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S അനിൽകുമാർ നിർവഹിച്ചു. AB ബാലു, നാൻസി സിറിൽ, നിതീഷ്, സംഗീത, A രാഘവേന്ദ്രൻ, ലിജു, അഖിൽലാൽ, അനൂപ് എസ് ആനന്ദ്, ജാനി, അമൽ, മഡോണ, അദീന, ഷീബ, സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. നടനും ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന ആലപ്പി ബെന്നി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസിയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ രാത്രിയായിരുന്നു അന്ത്യം. പത്തനാപുരം ഗാന്ധി ഭവനിലെ പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽ അന്തേവാസിയായി കഴിഞ്ഞു വരികയായിരുന്നു ആലപ്പി ബെന്നി. വിവിധ രോഗങ്ങൾ ബാധിച്ച് അവശനിലയിലായ ബെന്നിയെ 2 ആഴ്ച മുമ്പാണ് പരിചയക്കാർ ഗാന്ധി ഭവനിൽ എത്തിച്ചത്. റോബർട്ട് ഫെർണാണ്ടസ് ജെയിൻ ദമ്പതികളുടെ മകനായി ആലപ്പുഴയിലെ പൂങ്കാവിൽ ജനിച്ച ബെന്നി പിതാവിൽ നിന്നാണ് സംഗീതത്തിന്റെ ബാലപാഠങ്ങളും ഹാർമോണിയം വായനയും പരിശീലിച്ചത്. തുടർന്ന് നിരവധി ഗുരുക്കന്മാരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. നിങ്ങളെ ലാളിച്ചു വളർത്തും മാലാഖയല്ലേ ഡാർലിംഗ്, ദസ്തമോണ എന്റെ ഡാർലിംഗ്, ദസ്തമോണ. സാറേ, ഈ പാട്ടിന് വേറൊരു കാര്യങ്ങളുണ്ട്. ഇത് അഭിനയിക്കുന്ന നസീർ സാറും വിജയശ്രീയും കൂടിയാണ്. ആ സിനിമയിലെ ഒരു ലവ് സോങ്ങിൻ്റെ റിഹേഴ്സലായിരുന്നു. അതിന് ലിപ്പ് ചെയ്യാൻ നസീർ സാറിന് കിട്ടിയ എൻ്റെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അദ്ദേഹം മരിക്കുകയും ചെയ്തു. അത് പാടിയതുകൊണ്ടെല്ലാം മരിച്ചു. അങ്ങനെ ആ പാട്ടിൻ്റെ ഒരു സംഭവം. വി സാംബശിവന്റെ സംഘത്തിൽ ഹാർമോണിസ്റ്റായി കഥാപ്രസംഗ വേദികളിലെത്തിയ ബെന്നി MS ബാബുരാജിന്റെ സഹായിയായി ചലച്ചിത്ര രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളാണ് വലുത്. അങ്ങനെ തോന്നൽ വന്നു. കാര്യം പാട്ട് കേട്ടിട്ടെ എല്ലാവരും എഴുതിയ പാട്ട് ഞാനല്ല ചെയ്തത്. അപ്പോൾ ഭാസ്കര മാഷ് എഴുതിയ പാട്ട് ചെയ്തു, വയലാർ എഴുതിയ കവിതകൾ ചെയ്തു. പിന്നെ AP ഗോപാലൻ കേട്ടിട്ടുണ്ടോ? AP ഗോപാലൻ എഴുതിയ ഗാനങ്ങൾ ഞാൻ ട്യൂൺ ചെയ്തു. അങ്ങനെയൊക്കെ വരുമ്പോഴേ ഞാനായിരിക്കും ഇനി അടുത്ത അവാർഡ് വാങ്ങിക്കുന്നത്. ഒന്നും കിട്ടിയില്ല. അവിടെ കയറി പിള്ളേർ കയറി വെട്ടി. ഇതാ സംഭവിച്ചത്. ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ. MG സോമൻ, ബ്രഹ്മാനന്ദൻ തുടങ്ങിയവർക്കൊപ്പം തോപ്പിൽ രാമചന്ദ്രൻ പിള്ളയുടെ കായംകുളം കേരള തിയേറ്റേഴ്സിലൂടെയാണ് നാടകരംഗത്തെത്തിയത്. പിന്നീട് സെയ്ത്താൻ ജോസഫിന്റെ ആലപ്പി തിയേറ്റേഴ്സ്, കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ്, കൊല്ലം യൂണിവേഴ്സൽ തുടങ്ങിയവ സമിതികളിലൂടെ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു. ഞാൻ അഭിനയിക്കാൻ പോയിട്ട് തന്നെ അന്ന് ആരൊക്കെയുണ്ട്? കൊട്ടാരക്കര സിനിമാരുണ്ട്, കരീവാം, നല്ല നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് സാറേ. പക്ഷേ അവരൊക്കെ അവിടെ തന്നെ നിൽക്കുക. ഞാൻ ഒരിടത്തും ആയില്ല. ഇതാണ് സംഭവിച്ചത്.
പക്ഷേ ഞാൻ വന്ന ട്രൂപ്പ് ആലപ്പി തിയേറ്റേഴ്സ് അന്നും ഇഷ്ടംപോലെ ഓടുക. 10 കൽപ്പന കണ്ട 10 നൂറ്റമ്പത്, അന്നത്തെ കാലത്തെ 10 നൂറ്റമ്പത് നാടകം ഓടി. ബെൻഹർ ഇഷ്ടം പോലെ ഓടി, 10-250 ഓടി. നല്ല ടീമായിരുന്നു കേട്ടോ അത്. അതിന് ജോസഫേട്ടിന് കുറച്ച് കാശും കിട്ടി, കാശ് മുടക്കി. അങ്ങനെ ഞാൻ ഇതൊക്കെ ഉള്ളു. സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരാണ് നാടക ഗാനരംഗത്തേക്ക് ബെന്നിയെ കൈപിടിച്ചു കയറ്റിയത്. വേദികളിൽ നിന്ന് വേദികളിലേക്ക് പറന്നു നടക്കവേ 1996 മാർച്ച് 10-നുണ്ടായ ഒരു വാഹനാപകടത്തിൽ ബെന്നിയുടെ ഇടതുകാൽ മുട്ടിനോട് ചേർത്ത് മുറിക്കേണ്ടി വന്നു. തിരുവനന്തപുരം നെടുമങ്ങാട്ട് നാടകം കഴിഞ്ഞ് കൊല്ലത്തേക്ക് വരും വഴി കൊട്ടിയം മേവറത്ത് വെച്ച് നാടകവണ്ടി ബസുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 500ഓളം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്ക് സംഗീതം പകർന്നു. 100-ലധികം നാടകഗാനങ്ങൾക്കും ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെ നിരവധി ആൽബങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചു. നടൻ മോഹൻലാൽ ആദ്യമായി പാടിയ ക്രിസ്തീയ ഭക്തിഗാനം ആലപ്പി ബെന്നിയുടേതാണ്. സംഗീത സംവിധായകനായ ശരത് ഉൾപ്പെടെ നിരവധി പ്രമുഖർ ബെന്നിയുടെ ശിഷ്യന്മാരായുണ്ട്. 15 കൊല്ലം മുമ്പ് രോഗബാധിതനായി ഗാന്ധി ഭവനിലെത്തിയ ബെന്നി 1.5 വർഷത്തോളം അവിടെ അന്തേവാസിയായി കഴിഞ്ഞിരുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പേരയത്ത് ക്രിസ്മസ് കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ അക്ഷയപാത്രം പദ്ധതിയുടെ ഭാഗമായാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. പേരയം ഗ്രാമപഞ്ചായത്ത് അക്ഷയപാത്രം പദ്ധതിയുടെ ഭാഗമായാണ് ക്രിസ്മസ് കിറ്റുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റീച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സ്റ്റാഫോർഡ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഷേർലി, പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് ജോർജ്, വിനോദ് പാപ്പച്ചൻ, വിഒമാരായ സുമേഷ്, നവീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സംയുക്ത ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. കൈതക്കോട് YMCയുടെ നേതൃത്വത്തിലാണ് ആഘോഷം നടത്തിയത്. ഗാനസന്ധ്യ, പുരസ്കാര വിതരണം എന്നിവയും നടന്നു. കൈതക്കോട് YMCയുടെ നേതൃത്വത്തിലാണ് സംയുക്ത ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. കൈതക്കോട് ശാലയും എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിൽ YMCA പ്രസിഡന്റ് എം കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. വൈ പാപ്പച്ചൻ സ്വാഗതം പറഞ്ഞു. വികാരി ഫാദർ PT ഷാജൻ, സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ കൈതക്കോട് വികാരി ഫാദർ ടോണി തോമസ്, ബ്രദറൻ അസംബ്ലി പാസ്റ്റർ ജോൺസൺ, പാസ്റ്റർ ജി ജോസ്, ഡോക്ടർ തോമസ് ജോർജ്, ബിജു പന്തറ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് ഗാനസന്ധ്യ, പുരസ്കാര വിതരണം എന്നിവയും നടത്തി. ദൈവമാണ് നന്മ നമ്മുടെ മേൽ പകർന്നു ചിന്തിച്ചെടുക്കണം, മനസ്സുകൊണ്ട് ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ദൈവസനെ നന്ദി പറയുന്ന മറിയം പറയുകയാണ്, എന്റെ ഉള്ളം പ്രശംസിക്കുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിക്കുകയാണ്. കാരണം ഈ ദാസിയെ നീ കടാക്ഷിച്ചല്ലോ എന്നുള്ളതാണ്. തനിക്ക് ലഭിച്ച ഈ അതുല്യമായ നന്മ അനുഭവം ഈ ദൈവത്തിന്റെ പുത്രനെ അല്ലെങ്കിൽ ദൈവം ജഡാവതാരം ചെയ്തപ്പോൾ the creator became a creature, ഒരു സർവ്വത്തിന്റെയും സൃഷ്ടിതാവായ ദൈവം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. ചവറയിൽ 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചവറ സ്വദേശി മുഹമ്മദ് ഫൈസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ ജനലരി അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കയറിയത്. ശൂർനാട് വടക്ക് ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ കുഴിച്ചുമൂടിയ സംഭവം. ഹരിതകർമ്മസേനാംഗത്തെ പുറത്താക്കി. ഇവർക്കെതിരെ പോലീസിൽ പരാതി. കുഴിച്ചുമൂടിയ മാലിന്യം MCFലേക്ക് മാറ്റി. നടനും സംഗീത സംവിധായകനുമായിരുന്ന ആലപ്പി ബെന്നി അന്തരിച്ചു. പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസിയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന.
കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.